ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ദേവഡ് സ്കൂളിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ ആനുവൽ ഡേ സെലിബ്രേഷൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അപ്പോൾ ഞാനിവിടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും ഈ ഒരു ആനുവൽ ഡേക്ക് കുറച്ച് ചാർജുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളുണ്ട് വരുന്നത് കാണിച്ചു തരാം. യൂട്യൂബിൽ എടുക്കാൻ പോവാ. അതേടാ, നീ വരുന്നോ? അവിടെ ഇങ്ങനെ വാ. ഇതാ ഇവര് ഈ സ്കൂളിലെ നാഷണൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണ്. അപ്പൊ ഇവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞില്ല? എന്തൊക്കെ പ്രോഗ്രാമിനാണുള്ളത്? ഡാൻസിന്. എന്ത് ഡാൻസ്? ഒപ്പനയുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ആ വീഡിയോയിൽ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അല്ലേ? എന്നിട്ട് ലിങ്ക് ഞാൻ അയച്ചു തരും. കാണണം, വീഡിയോ കാണൂലേ? അപ്പോൾ ഓക്കെ എന്നാ. അപ്പോൾ ഓക്കെ, ഇവരുടെ ഒക്കെ വീഡിയോസ് ഉണ്ട്. അപ്പം നമുക്ക് എല്ലാ വീഡിയോസും കൂടെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം പിള്ളേർ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഓരോന്നായിട്ട് വരുന്നുണ്ട്. ഞാനിവിടെ വരുന്നുണ്ടോളെ, എന്താണോ പിള്ളേർ കളിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൾ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ കാര്യം വരുന്നത് അതാ വരുന്നുണ്ട്. ഹായ്. അപ്പം വീഡിയോസൊക്കെ കാണാം. ഉണ്ടല്ലേടാ? അപ്പം വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. പോയോ? ഓക്കെ. ഈ ഒരു ഡ്രസ്സ് ഞങ്ങളുടെ ഡ്രസ് കോഡാണ് കേട്ടോ. അപ്പം പറ്റുവാണെങ്കിൽ എല്ലാവരെയും ചേർത്തിട്ട് ഒരു വീഡിയോ എടുക്കാൻ നോക്കാം. അതിനൊന്നും പറ്റുമെന്ന് തോന്നില്ല, കാരണം എല്ലാം കുഞ്ഞു മക്കളായതുകൊണ്ട് അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ടാസ്ക്കാണ്. കാരണം മേക്കപ്പ് ചെയ്യലും അവരെ സ്റ്റേജിലെത്തിക്കലും അവരെ ഓട്ടവും ചാട്ടവും ഒക്കെ. യൂട്യൂബ് ചാനലിൻ്റെ പേര് മാളൂസ് വേൾഡ്. പോയി സെർച്ച് ചെയ്ത് നോക്കണേ. ഓക്കെ, നിങ്ങളുടെ ആനുവൽ ഡേ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആനുവൽ ഡേ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിലിടാം. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തരും, കാണണം. ഓക്കെ, ഞാൻ ലിങ്ക് ഇട്ട് തരും. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോവാം. അയ്യോ, പിള്ളേർ പരസ്പരം ഇങ്ങനെ പറയാം, ചേച്ചി വീഡിയോ എടുക്കുകയാണ്, യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ലല്ലോ. ഓക്കെ, അവിടെ എന്താ പറയുക, സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇത് ഇവരുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ, സ്കൂൾ കോമ്പൗണ്ടാണ്. ഏകദേശം രാവിലെ ഒരു 10:30 ആകുമ്പോഴേക്കും നമ്മുടെ ഉദ്ഘാടന ചടങ്ങൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു 11 മണിക്കുള്ളിൽ തന്നെ നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ്സാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. I am delighted to welcome Srimati Prabha Nandini, the headmistress of National Higher Secondary School, Vattodi. Your presence here today honors us all. Now I would like to greet and welcome Srimati Sushma Kumari, our headmistress, the light and guardian angel of this school.
ഭാഗമായിട്ട് അന്ന് അവിടെ വെച്ച്, അതായത് ആ സ്റ്റേജിൽ വെച്ച് ഒത്തിരി കുട്ടികൾക്ക് പ്രൊഫഷൻസി പ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഫോട്ടോസ് എനിക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എന്നാലും കുറച്ച് പേരുടെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ സ്റ്റേജ് പ്രോഗ്രാമിൻ്റെ ഇടയിലൂടെ തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡാൻസ് പ്രോഗ്രാം ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിലൂടെ പ്രൊഫഷൻസി കൊടുക്കുന്നുണ്ട്. പിന്നെ മേക്കപ്പ് ചെയ്യാൻ പോയ കുട്ടികൾക്ക് അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഡാൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്കിവിടെ ഹാളിലായിരുന്നു ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ കുട്ടികളെ മാനേജ് ചെയ്യുക എന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഈ ഡാൻസ് പ്രോഗ്രാം സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ മുന്നിൽ വന്ന് നിൽക്കാനും ബാക്കിലിരിക്കുന്നവർക്ക് അത് ഒരു ബുദ്ധിമുട്ടാവാനൊക്കെ തുടങ്ങി. അപ്പം കൂടുതൽ ടൈമും ഞാനും കുട്ടികളുടെ കൂടെ നിലത്തിരുന്നിട്ടാണ് പ്രോഗ്രാം കണ്ടത്. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് റൂം. ഇവിടെ 3-4 റൂമിൽ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടീച്ചേഴ്സും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒരുപോലെ തന്നെ സഹകരിച്ചിട്ട് തന്നെയാണ് കുട്ടികളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ മേക്കപ്പ് ചെയ്യാൻ പുറത്തുനിന്ന് ആളൊക്കെ വന്നിട്ട് തന്നെയാണ് പ്രൊഫഷണലായിട്ട് തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായം, അതായത് കുട്ടികൾക്ക് ഡ്രസ്സ് ഒന്ന് ഇട്ട് കൊടുക്കാനും, അല്ലെങ്കിൽ കുട്ടികളുടെ ഡാൻസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവരെ ഒന്ന് എന്താ പറയുക, നമുക്ക് അവരുടെ ഡ്രസ്സൊന്ന് അയച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് അവിടെ ടീച്ചേഴ്സും എക്സിക്യൂട്ടീവ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ കുഞ്ഞുങ്ങളെ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതാണിത്. യൂട്യൂബിൽ കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സോങ്സ് കറക്റ്റായിട്ട് പ്ലേ ചെയ്യാൻ ഇവിടെ പറ്റില്ല. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലറാക്കിയിട്ടും പിന്നെ സൗണ്ട് ക്വാളിറ്റി മാറ്റിയിട്ടൊക്കെയാണ് ചെയ്തേക്കുന്നത്. കറക്റ്റ് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വോയിസ് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. മരമുട കല്ലുകൾ കനകം വെള്ളി മനമിയലും പഠിച്ചെമ്പുമി കൊട്ടും ഞാൻ കേട്ടില്ല കൊഴലും ഞാൻ കേട്ടില്ല ഇത്തിരി മുല്ലയ്ക്കാലു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താരി സഖി മുത്തു പതിച്ചൊരു കൂത്താരി കട്ടാലും തങ്കമൊരുക്കിയില്ല തട്ടാനും
ഇനിയുണ്ടോ? ഭക്ഷണം കഴിച്ചോ? എന്തിനാ അവിടെ പോന്നേ? ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചോന്നോ? കഴിഞ്ഞോ ഡാൻസ്? Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late.